ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടായാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തു കാത്തു വെച്ചേക്കായിരുന്നു. ഇനിയിപ്പോ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടിലേക്ക്. അതുകൊണ്ട് ഞാൻ ദാ ഈ റിംഗിങ് എടുക്കുകയാണ്. ഇതേപോലെ ഒരു പേപ്പറിൽ കുറച്ച് ബട്ടർഫ്ലൈസിനെ ഒന്ന് കട്ട് ചെയ്ത് പെയിന്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി കളേർഡ് പേപ്പർ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് സ്റ്റിക്കി നോട്ട്സേ ഞാൻ ഇതേപോലെ തന്നെ ബട്ടർഫ്ലൈ ഷേപ്പിലും കട്ട് ചെയ്തെടുത്തു. അതിപ്പോ ലാഭമായല്ലോ. ബാക്കി കളർ ഇല്ലാത്ത വൈറ്റ് പേപ്പറിൽ ഉണ്ടാക്കിയതെല്ലാം ഇതേപോലെ പേസ്റ്റൽ ഷെയ്ഡിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഇന്നൊരു വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് കുറച്ച് മെനക്കേടാണല്ലോ എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെച്ചേക്കായിരുന്നു. എന്തായാലും ഇന്ന് ഇത്തിരി മെനക്കെട്ടിട്ടാണെങ്കിലും അതൊന്ന് ഉണ്ടാക്കി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന്റെ പിന്നിലെ ഉൾപ്രേരണ എന്തെന്നാൽ എൻ്റെ മോൾക്ക് ബട്ടർഫ്ലൈസിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഇത് കാണാൻ ഭയങ്കര ഭംഗി തോന്നിയതുകൊണ്ടുമാണ്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച ഓരോ ബട്ടർഫ്ലൈസിലും വലിപ്പം നോക്കിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പം കൂടി വരുന്നത് മുതൽ കുറഞ്ഞു വരുന്നത് വരെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് സെയിം വലിപ്പത്തിൽ എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഈ ഒരു എംബ്രോയിഡറി റിങ്ങിലേക്ക് നേരെ വെള്ള നൂല്, ഏതെങ്കിലും കളർ നൂലായാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ ഒരു പിൻട്രസ്റ്റ് ലുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വൈറ്റ് നൂല് തന്നെ എടുത്തത്. നമ്മൾ ക്രോഷ്യെയർ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള യാൺസിനൊന്നും ഇവിടെ പഞ്ഞമില്ല കേട്ടോ. ക്രോഷ്യ ചെയ്തു തീർക്കാനുള്ള യാണില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതേപോലുള്ള ക്രാഫ്റ്റിന് പറ്റിയ മുറിവാലൻ യാണുകൾ ഒരുപാടുണ്ട്. ഇതുപോലെ ചുറ്റിനും ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാനൊരു 5-6 കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ബട്ടർഫ്ലൈസിന്റെ എണ്ണം അനുസരിച്ച് എത്ര വേണമെങ്കിലും കെട്ടിക്കൊടുക്കാം. നോട്ട് ദ പോയിന്റ്, നമ്മുടെ കയ്യിലെ ബട്ടർഫ്ലൈസിന്റെ എണ്ണം അനുസരിച്ച് നമ്മുടെ സാധനത്തിന്റെ പിൻട്രസ്റ്റി ലുക്ക് ഉണ്ടല്ലോ അതങ്ങ് കൂടി വരും. ഇനി ഈ ബട്ടർഫ്ലൈസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഈ നൂലില് ഞാനൊരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആണ് ഫസ്റ്റ് എല്ലാത്തിന്റെയും ടോപ്പിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം സൈസ് കുറഞ്ഞു വരുന്ന അനുസരിച്ചാണ് താഴേക്ക് വെക്കുന്നത്. പിന്നെ ബട്ടർഫ്ലൈസ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, സെയിം യാണിൽ തന്നെ റിപ്പീറ്റഡ്ലി കളേഴ്സ് വരാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ഫൈനലി നമ്മളത് മുഴുവനും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു റിങ്ങും നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കളർ വെച്ച് യാൺ ചുറ്റിയെടുക്കാം. പക്ഷെ ഞാനിത് ഇവിടെ ചുറ്റിയെടുക്കുന്നില്ല, കാരണം എനിക്ക് ഈ വുഡൻ കളർ ഓക്കെയാണ്. ഇത് ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ലെങ്കിലോ, ഇനി ഇത് ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ. എന്തായാലും നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ. മെയിൻ ഹോളിൽ ഫാനിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഹോൾഡർ ഉണ്ടായിരുന്നു. സോ ഞാൻ അതിലങ്ങ് ഇത് ഹാങ് ചെയ്തിട്ടു. വളരെ ഭംഗിയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, സൂപ്പർ ആയിട്ടുള്ള ഒരു പിൻട്രസ്റ്റ് വൈബ് നമുക്ക് കിട്ടും. എന്നാലും സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.